ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മണിയോടും സുഹൃത്ത് ബാലമുരുകനോടും തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ മറ്റന്നാൾ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ മൊഴിയിൽ അടിമുടി പൊരുത്തക്കേടെന്നാണ് SITയുടെ നിഗമനം. ഇടപാടുകളുടെ ഭാഗമായി മണി തിരുവനന്തപുരത്തെത്തിയെന്ന വിവരം ലഭിച്ചെങ്കിലും അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മണിക്കും ശബരിമല കേസുമായി ബന്ധമുണ്ടെന്നാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. മണിയുടെ പണമിടപാടുകളിൽ അസ്വാഭാവികതയുണ്ട്. പോറ്റിയുമായി നേരിട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഈ മാസം 30-ന് തിരുവനന്തപുരത്തെ SIT ഓഫീസിലെത്താൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിൽ നിരപരാധികളാണെന്നാണ് മണിയും ബാലമുരുകനും SIT സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ മണി നൽകിയ മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. മണിയുടെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഡി മണിക്ക് പിന്നിൽ വൻ സംഘമുണ്ടെന്ന നിഗമനത്തിലാണ് SIT. ദിണ്ടിഗൽ മേഖലയിൽ ഇയാൾക്ക് പ്രത്യേക സംരക്ഷണം തന്നെയുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണ സാഹചര്യം SIT യോഗം ചേർന്ന് വിലയിരുത്തി. ദിണ്ടിഗലിൽ അന്വേഷണം നടത്തുന്ന ടീം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.